എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇടുക്കിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ ഇടുക്കി ടൗൺ, ചെറുതോണി ടൗൺ എന്ന് പറയുന്ന ടൗൺ. അപ്പോൾ ആ ടൗണിൽ കൂടെ നമ്മൾ ഇൻ്റർവ്യൂവിനുള്ള സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കാണുന്ന ഓരോ വ്യൂവും അപാര വ്യൂ ആണ്. ഇതാണ് ആ പട്ടണം, ചെറുതോണി പട്ടണം. കളർഫുള്ളാണ് ആ പട്ടണം, നല്ല ഭംഗിയാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറിയ പ്രദേശമാണിത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കൂടിയില്ല. ഈ ഫോട്ടോയിൽ കാണുന്നത് അന്ന് വെള്ളം കയറിയ ആ പ്രദേശങ്ങളും ഭാഗങ്ങളുമാണ്. ഏകദേശം ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്, ആ മുകളിലെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരെ വെള്ളം പൊന്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അവിടെ വെള്ളം തീരെയില്ല. മഴക്കാലത്ത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അവിടുത്തെ ഓരോ വ്യൂവും കാണാനും എന്ത് ഭംഗിയാണെന്നറിയും. നല്ലൊരു പ്ലേസാണ് ഇടുക്കി. അപ്പം നമുക്ക് ഇടുക്കിയെ കൂടുതലായിട്ട് കാണാം. അപ്പോൾ ഇവിടെയായിരുന്നു നമുക്ക് ഇൻ്റർവ്യൂ, വ്യവസായ കേന്ദ്രത്തിൽ. അപ്പോൾ ഇവിടെയായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ തന്നെ നല്ലൊരു വ്യൂ ആണ് കാണാനായിട്ട്, വലിയൊരു മല. അവിടുന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഒരാളെ പരിചയപ്പെട്ടു. ഇങ്ങേരായിരുന്നു. അവിടെ തന്നെ വർക്ക് ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ആള് ഡീസൻ്റാണ്. ആളാണ് ഞങ്ങളെ അടുത്ത ഇടുക്കിയിലെ നല്ലൊരു പ്ലേസിലേക്ക് കൊണ്ടുപോയത്. അവിടെ ബോട്ടിംഗ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തിട്ട് ബോട്ടിംഗ് കഴിഞ്ഞ് അവിടെ വന്ന് ഫുഡും കഴിച്ചിട്ട് പതുക്കെ കാൽവരി മൗണ്ടി ഇറങ്ങുക. അവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം ഒരു കയറ്റമാണ്. ഒന്നീ അവിടുന്ന് ജീപ്പുണ്ട്, അല്ലെങ്കിൽ നടന്നു കയറി പോവുന്നേ ഉള്ളൂ. 3 മണിയാണ് നല്ല സമയം. 3 മണി അല്ലേ? 3 മുതൽ ഒരു 6 മണി വരെ ഇവിടുന്ന് ബസ് ഉണ്ട് അങ്ങോട്ട് തന്നെ തിരിച്ച്. ഇവിടുന്ന് ഇങ്ങോട്ട് ബസ്സും ജീപ്പും ഒക്കെ കാണും, ഓട്ടോയും കാണും. അവിടെ ഇറങ്ങി ഇന്ന് അദ്ദേഹം ഞങ്ങളെ മൗണ്ട് ഹില്ല് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിച്ചു. അവിടെ ഇടുക്കി ഡാമിനെ ഏറ്റവും മനോഹരമായി കാണാൻ പറ്റാവുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ഇനി ഇടുക്കി ഡാമിൻ്റെ മുഴുവൻ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിനി ഇടുക്കി ഡാമിനെ ഒന്ന് കാണാം. പിന്നെ ഹില്ലിൽ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. നല്ല ഇളം കാറ്റും നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും പറ്റിയ നേരം. പിന്നെ ഒരു കൽപ്പടവ് കയറി ഞങ്ങൾ മുകളിലെത്തി. മുകളിലെത്തിയപ്പോൾ അതിനേക്കാളും മനോഹരമായ കാഴ്ചകളാണ് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. ഇടുക്കിയുടെ ഏകദേശം ഒരു സൈഡ് അവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 മലകൾ കാണാൻ സാധിക്കും. ആ മലകൾക്കിടയിൽ സൗന്ദര്യമായി നിൽക്കുന്ന ഇടുക്കിയെയും കാണാം.
ഇനി ഞങ്ങൾ നടന്നു പോകുന്നത് ഒരു ബോട്ട് യാത്രയ്ക്കാണ്. ഇടുക്കി ഡാമിലൂടെ ഒരു ബോട്ട് യാത്ര. ഇപ്പോൾ വഴിയിലൊരു വലിയ പാമ്പിനെ ഉണ്ടാക്കി വെച്ചത് കണ്ടു, ആമേനെ ഉണ്ടാക്കിയത് കണ്ടു, ഉടുമ്പ് കണ്ടു, അങ്ങനെ പല ജീവികളെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടു. അതൊക്കെ നല്ല രസമുണ്ട്. അതുപോലെ ആ ബോട്ട് യാത്ര ഞങ്ങൾ ആരംഭിച്ചു. വളരെ മനോഹരമായൊരു ബോട്ട് യാത്ര. ഏകദേശം 150 രൂപയ്ക്ക് അരമണിക്കൂർ നമുക്ക് ഇടുക്കി ഡാമിലൂടെ ചുറ്റിക്കറങ്ങാനായിട്ട് സാധിച്ചു. മനോഹരമായ കാഴ്ചകളും ഇളം മഴക്കാറുള്ളത് കൊണ്ട് പ്രകൃതി ഇത്തിരി കൂടി ഭംഗിയുള്ളതായിരുന്നു. ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇടുക്കിയിലെ അടുത്തൊരു സ്ഥലമായ ഹിൽ ഗാർഡനിലേക്കാണ് പോയത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ഒരു വലിയൊരു കുന്ന് കയറി ഞങ്ങൾ പിന്നീട് കണ്ടത് കണ്ണൻ ജപിക്കുന്ന കാഴ്ച. അവിടെ കുറേ നേരം ഇങ്ങനെ കസേരയിൽ ഇരുന്നപ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. പ്രകൃതിയെ നമ്മൾ തൊട്ടില്ല എന്നുള്ള പോലത്തെ ഒരു ഫീലിംഗ്. വളരെ മനോഹരമായൊരു സ്ഥലം. അത് ഞങ്ങൾ കുറേ നേരം ആസ്വദിച്ചു. ഏകദേശം ഒരു 4 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഇവിടേക്ക് വരികയാണെങ്കിൽ വൈകിട്ട് വരികയാണ് ഏറ്റവും ബെറ്റർ. കാരണം ആ വെയിലിൻ്റെ ഒരു മങ്ങലും ആ മഞ്ഞിൻ്റെ ഒരു ഇറക്കം എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാനായിട്ട്. കാൽവരി ഹിൽസ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ലൊരു പ്ലേസ്. മനോഹരമായ മേഘം, ആകാശം, മരങ്ങൾ. ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് ആസ്വദിച്ചു.